ഹായ്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പാടം കാണാനാണ്. പാടം പുലാശ്ശേരിയാണ് കേട്ടോ ഞങ്ങളുടെ നാട്. അപ്പോൾ നമുക്ക് പാടം കാണാൻ പോവാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങളുടെ റോഡ് കേട്ടോ, കാണിച്ചു തരാം. ഈ റോഡിലൂടെ അങ്ങനെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടന്നു പോകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ നടക്കുകയും ചെയ്യാം, പാടം കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. സമയം പോണത് അറിയണില്ല. ഞാൻ പെട്ടെന്ന് എത്തണം, എന്താണെന്നറിയില്ല. അതുപോലെ തന്നെ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഒരു പ്രത്യേക വൈബാണ് എന്തായാലും. അപ്പം ഇപ്പം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തുള്ള വ്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാടം. ഇതിൽ പാടത്ത് ഇപ്പോൾ ഇതാ ഏകദേശം ഇത് ഏതാ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നെല്ലിങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയെ നോക്ക്, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഉഴുത് ഇട്ടിട്ടുണ്ടാണ് തോന്നുന്നത്. എന്താ പറയാം, ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് ഉഴുത് ഇടില്ലേ, അങ്ങനെ. നെല്ല് ഏകദേശം വളർന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സൈഡിലും നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന വീട് എൻ്റെ ഒപ്പം പഠിച്ചൊരു കുട്ടീൻ്റെ വീടാണേ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞ പോലെ ഒരു ട്രാക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല. ഏകദേശം ഇന്നത്തെ പണി കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കതിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയാലോ വെറുതെ. ഇതാ ഈ ചളി കിടന്നിട്ട് വേണം പോവാൻ. മിക്കവാറും എൻ്റെ കാലയിൽ ആകെ ചളിയാവാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല. മൈ ഗോഡ്, അയ്യോ പോയി, എൻ്റെ കാല് പോയി. കുഴപ്പമൊന്നുമില്ല. ട്രാക്ടറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ്, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല വ്യൂ ആണ് ഇവിടുന്ന്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു വയലുണ്ട്. അതിൽ നിറച്ച് കൊക്കുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ ചെറുതായിട്ടേ കാണുള്ളൂ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും ഇതുവരെ വന്നു. നല്ല അടിപൊളി വ്യൂ ആണല്ലേ. പിന്നെ നമുക്ക് തിരിച്ചു പോരാം കേട്ടോ. ഞാനിതാ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഓ മൈ ഗോഡ്, അവിടെ ഒരു പട്ടി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലൊന്ന് ചളിവെള്ളത്തിൽ കഴുകട്ടെ. ട്രാക്ടറിൻ്റെ ടയറൊക്കെ ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വെയിൽ ഓപ്പോസിറ്റ് ആവുകൊണ്ട് എനിക്ക് ക്യാമറയിൽ ക്ലിയർ കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഫുൾ നല്ല വൈബാണ്. സൂര്യൻ ശരിക്കും അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന 2 വീടുണ്ടല്ലോ അവിടെ, നല്ല ഭംഗിയാണ് കാണാൻ. രാവിലെ ഇവർക്ക് ഈ ഒരു പാടത്തിൻ്റെ വ്യൂ നന്നായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആ വീട്ടിലുള്ള ആൾക്കാരെ എനിക്കറിയാം, കാരണം ഞങ്ങൾ ഏകദേശം അയൽവാസികളൊക്കെ ആയിട്ട് വരുമല്ലോ. വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ റോഡിൻ്റെ ഏകദേശം എൻ്റെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒന്നുകൂടിയും കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം. ഏതൊരു ചേച്ചി പുല്ലൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ആ കുളം വരുന്നത്. സംഭവം അവിടെ സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട, ആൾക്കാരെ അവരുടെ പ്രൈവസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി കാണാം. പിന്നെ ഈ ഒരു മരം, ഇത് വാഗമരം ആണ് എന്നാണ് ഇവിടുത്തെ ചേച്ചിനോട് പറഞ്ഞത്. ഇവിടെ ഈ ഒരു
ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ വന്നാൽ നല്ല രസമാണ്. ഈ യെല്ലോ കളറും റെഡ് കളറും ഉള്ള ഫ്ലവറാണ് ഈ മരം കേട്ടോ. അത് നല്ല രസമുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിൻ്റെ സീസണിൽ വരുമ്പോൾ നമുക്ക് എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷെ സൂര്യനൊന്നും കാണാനില്ല. അവിടെ കുറച്ച് കിളികളൊക്കെ ആ ഒരു കമ്പിയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പറാണ് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ കുറച്ച് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേറെ രസമാണ്. കുറച്ചിങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഏത് സമയത്ത് വന്നാലും സൂപ്പറാണ്. ഇതാ ഏകദേശം ഞാൻ ഈ ഒരു പാടത്തിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് രസമാണ്. എപ്പോൾ വന്നാലും ഒറ്റയ്ക്ക് വരുമ്പോഴും വേറെ ആരെയും കൂട്ടി വന്നാലും സൂപ്പറാണ്. നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി വരും. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വരും. അപ്പം നമുക്ക് നല്ല രസമായിരിക്കും. വീഡിയോസൊക്കെ അവരൊക്കെ എടുത്തുതരാനും പോസ്റ്റ് ചെയ്യാനൊക്കെ അവർ തന്നെ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ തുമ്പച്ചെടി ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു ചാല ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ പാടത്തുനിന്ന് വരുന്ന ചാലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ടാണ് തുമ്പപ്പൂവ്. അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി തുമ്പപ്പൂ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ ഉണ്ട് ഒരു മയിലിങ്ങനെ ഓടി പോകുന്നുണ്ട് കേട്ടോ. സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ശരിക്കും 1 കിലോമീറ്ററോളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വാക്ക് ഇവിടെ തീരാണ്. ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി ലൈറ്റുള്ള സമയത്ത് വരണം. അപ്പോഴാണ് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പോൾ ഏകദേശം ഇതാ ഇവിടെ നല്ല ഇരുട്ടാവാനായിട്ടുണ്ട്. ഇപ്പോൾ 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.